ഡിവൈസസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സിമിലി, മെറ്റഫർ, എലിട്രേഷൻ ഇതൊന്നും കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലേ? എന്നാൽ ഇതൊക്കെ എന്താണെന്ന് അറിയാമോ? ദീസ് ആർ നത്തിങ് ബട്ട് ലിറ്റററി ഡിവൈസസ്. ലിറ്റററി ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടൂളാണ്, അതൊരു ടെക്നീക്കാണ്. എഴുതുന്നവർ അല്ലെങ്കിൽ പറയുന്നവർ അവരുടെ ഭാഷയെ കുറച്ചും കൂടി പവർഫുൾ ആക്കാനായിട്ട്, കുറച്ചും കൂടി റിഥമിക് ആക്കാനായിട്ട്, വായിക്കുന്നവരെ അല്ലെങ്കിൽ കേൾക്കുന്നവരെ കുറച്ചും കൂടി എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണത്. അങ്ങനെ കുറച്ച് കാര്യത്തെ പറ്റി നമുക്ക് പഠിച്ചാലോ? ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് സിമിലിയാണ്. സിമിലിയെ പറ്റി അറിയാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ? സ്കൂളിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരിക്കും. സിമിലി എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്. സിമിലി എന്ന് പറയുന്നത് ലൈക്ക് അല്ലെങ്കിൽ ആസ് വെച്ച് രണ്ട് സാധനങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ആസ് സ്വീറ്റ് ആസ് ഹണി, ടൈം ഇസ് ലൈക്ക് മണി. സോ വെൻ യു കമ്പയർ ടു തിങ്സ് യൂസിങ് ദ വേർഡ്സ് ആസ് ഓർ ലൈക്ക്, ഇറ്റ് ഇസ് കോൾഡ് സിമിലി. അടുത്തത് സിമിലിയോട് ചേർന്ന് കിടക്കുന്ന ഒരാളാണ് മെറ്റഫർ. മെറ്റഫറും ഒരു കമ്പാരിസൺ ആണ്. പക്ഷേ മെറ്റഫറിൽ കുറച്ചും കൂടി ഒരു ബോൾഡർ ആയിട്ടൊരു അറ്റംപ്റ്റ് ആണ് നടക്കുന്നത്. മെറ്റഫറിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണ്. നമ്മൾ ആസോ ലൈക്കോ എന്ന് പറഞ്ഞ വേർഡ്സ് ഒന്നും അവിടെ യൂസ് ചെയ്യുന്നില്ല. വിച്ച് ഇസ് ഡയറക്ട്ലി കമ്പയറിങ് ടു വേർഡ്സ് ഓർ ടു തിങ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ മെറ്റഫറിൽ പറഞ്ഞ ഇത് അത് തന്നെയാണ്, സിമിലിയിൽ ഇത് അതായിരിക്കാം, ഇത് അതുപോലെയാണ്, ഈ ലൈക്ക് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ബട്ട് ഇൻ മെറ്റഫർ വി സേ ഇത് അത് തന്നെയാണ്. ടൈം ഇസ് മണി. സോ ഇഫ് ഐ സേ ടൈം ഇസ് ലൈക്ക് മണി, ദാറ്റ് ഇസ് സിമിലി. മെറ്റഫറിൽ പറഞ്ഞ എന്താ? ടൈം ഇസ് മണി. അതാണ് മെറ്റഫർ എന്ന് പറയുന്നത്. അടുത്തതാണ് പെർസോണിഫിക്കേഷൻ. പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യൻ്റെ ഒരു എബിലിറ്റി, ഒരു ക്വാളിറ്റി ഒക്കെ നമ്മൾ മനുഷ്യന്മാരല്ലാത്ത ഒരു നോൺ ലിവിങ് സാധനങ്ങളോടോ അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ സാധനങ്ങളോടോ കൊടുക്കുമ്പോഴാണ് നമ്മൾ പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് when we are giving a human attributes to a non-human thing, it can be an idea, it can be an animal, anything. Okay, അതിനാണ് നമ്മൾ പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സി the trees whispered me, the trees whispered to me. Do you think trees whisper just like how human beings do? No. The stars danced in the sky. ആകാശ നക്ഷത്രങ്ങൾ ഡാൻസ് കളിക്കും എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ദ സ്റ്റാർസ് ഡാൻസ്. അപ്പം നമ്മളുടെ ഒരു എബിലിറ്റിയാണ് അവിടെ എന്താ ആ ഒരു നോൺ ഹ്യൂമൻ ആയിട്ടുള്ള സാധനത്തിന് കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു വായിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് അതിലേക്കൊരു വിവിഡ് ഇമേജറി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ ഡീപ്പ് മീനിങ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെ അതിൽ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കാനൊക്കെ ആയിട്ടാണ്. അടുത്ത വളരെ എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലിറ്റററി ഡിവൈസാണ് ഹൈപ്പർബലി എന്ന് പറയും. ഹൈപ്പർ ബോൾ എന്നാണ് എഴുതുന്നതെങ്കിലും ഹൈപ്പർബലി എന്നാണ് നമ്മൾ പറയുന്നത്. ഹൈപ്പർബലി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് വളരെ എക്സ്ട്രീമായിട്ടും എക്സാജറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ് ഭയങ്കര പൊക്കി പറയുന്നത്, ഭയങ്കര ഇല്ലാത്ത കാര്യം പെരുപ്പിച്ച് പറയുന്നത്, അതുപോലെയാണ് ഹൈപ്പർബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ എക്സാജറേഷനാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാജറേഷൻ കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഒരു ഡ്രമാറ്റിക് ഇമ്പാക്റ്റ് വായിക്കുന്ന ആളിലോ കേൾക്കുന്ന ആളിലോ ഉണ്ടാക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹ്യൂമറസ് എഫക്റ്റ് ഉണ്ടാക്കാനായിരിക്കാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇഫ് ഐ സേ ദാറ്റ് ഐ എം സോ ഹംഗ്രി ദാറ്റ് ഐ ഈറ്റ് എ ഹോസ് റൈറ്റ് നൗ, എനിക്ക് ഭയങ്കര വിശപ്പ്. ഇഫ് ഐ ഗെറ്റ് എ ഹോസ്, ഞാൻ ഒരു കുതിരയെ തിന്നാന്ന് എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കുതിരയെ കഴിക്കുന്നതെന്നല്ല അതിനർത്ഥം. ഞാൻ അത്രയ്ക്ക് ഹംഗ്രിയാണ്, എനിക്ക് അത്ര വിശക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. So this is called exaggeration, and this exaggeration is called hyperbole. Okay, അടുത്തതാണ് ഫോർഷാഡോയിങ് എന്ന് പറയുന്നത്. ഫോർഷാഡോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു റൈറ്റർ നമുക്ക് മുൻപേ കൂട്ടി തന്നെ ഹിൻഡ് തരും ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നുള്ളത്. അതിനെയാണ് നമ്മൾ ഫോർഷാഡോയിങ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നമുക്കൊരു ഇവൻറ്റ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോൾ അത് മനസ്സിലാവില്ല, സെക്കൻഡ് ടൈം നമ്മൾ അത് വായിക്കുവാണെങ്കിൽ കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഡയലോഗ് ഇവിടെ പറയുന്നത് കൊണ്ട് ചിലപ്പം റൈറ്റർ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റർ എന്ന് പറയുന്ന ആൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്തോ ഒരു കാര്യം പിന്നീട് വരാനുണ്ട്. ചിലപ്പോൾ ഒരു ഡയലോഗ് ആയിരിക്കാം, ഇതെൻ്റെ മരണത്തെ പോലെയാണ് എന്ന് ചിലപ്പോൾ ഒരു ആക്ട്രസ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്ടർ പറയുമ്പോൾ, ഇറ്റ് മേ ഹിൻറ്റ്
ഇതുപോലെ എന്തോ നടക്കാൻ പോകുന്നുണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു സട്ടിൽ ഹിൻ്റാണ് കൊടുക്കുന്നത് ക്രിയേറ്റർ. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫോർ ഷാഡോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. If you want more videos like this, please like, share and subscribe.